ഒരാളും അവരെ കണ്ടാൽ മിണ്ടൂല. ഈവൻ അവരുടെ കുടുംബിനികൾ പോലും. ഇതിൽ ഒരു വ്യക്തിയുടെ ഭാര്യ എന്ന് പറയേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും പ്രവാചകൻ്റെ സ്വഹാബത്ത് നിർവഹിച്ചതുമായ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ദീനും ദുനിയാവും രണ്ടും തിരഞ്ഞെടുക്കുന്നിടത്തും നടപ്പിലാക്കുന്നിടത്തും വലിയ പ്രചോദനമാകുന്ന സംഭവങ്ങളാണ്. അതിലൊന്ന് ഈ തബൂക്ക് യുദ്ധം എന്ന് പറയുന്നത് അത് ഒരു വിളവെടുപ്പിൻ്റെ സമയത്ത് വന്ന യുദ്ധമായിരുന്നു. മദീനയിൽ മുഴുവൻ ഈത്തപ്പഴം പറിച്ചെടുത്ത് അത് പണമാക്കി മാറ്റേണ്ടുന്ന ഒരു ഘട്ടത്തിൽ വന്ന യുദ്ധമായിരുന്നു. അപ്പോൾ ആരുടെ കയ്യിലും സാമ്പത്തികമില്ല, എല്ലാവരും എല്ലാ നിലക്കും പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭമാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ യുദ്ധം വരുന്നത്. അപ്പോൾ യുദ്ധത്തിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കണം, അതോടൊപ്പം കുടുംബം മുന്നോട്ട് പോകണം, അതോടൊപ്പം ഈ വിളവെടുപ്പ് നടന്നിട്ടില്ലെങ്കിൽ അടുത്തൊരു കൃഷിയെപ്പോലും അത് ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ്. പക്ഷേ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അണിനിരന്നു. അവർ പോകാൻ സഫ് കെട്ടി യുദ്ധത്തിന് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒരു വലിയ സംഘം ആളുകൾ ഇങ്ങോട്ട് മാറുന്നു. ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ചതിയായിരുന്നു. മുനാഫിഖീങ്ങൾ മദീനയിൽ ഇസ്ലാം അവസാനിക്കുന്നു എന്ന അവരുടെ വ്യാജമായ ചിന്തയിൽ നിന്ന് സധൈര്യം മുന്നോട്ട് വന്ന് ഏറ്റെടുത്ത ഒരു സംഭവമായിരുന്നു അത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിമൊന്നും പേടിച്ചില്ല. പ്രവാചകനും സ്വഹാബത്തും തുച്ഛമായ ആളുകൾ പോയി. കുറച്ചാളുകൾ നബിനോട് പറഞ്ഞു, നബിയെ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എത്താന്ന് പറഞ്ഞ ആളുകളിൽപ്പെട്ട ആളായിരുന്നു കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. യുദ്ധം കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ എത്തിയില്ല. എത്താത്തവരിൽ മഹാഭൂരിപക്ഷവും മുനാഫിഖുകളായിരുന്നു. പക്ഷേ എത്താന്ന് പറഞ്ഞ ആളുകളിൽ 3 ആളുകൾ കഅബ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളും. അവർ വേറെ വേറെ തീരുമാനിച്ചതാണ്, ഒന്നിച്ച് തീരുമാനിച്ചതല്ല. അവർക്ക് ഈ വിളവെടുപ്പ് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്താൽ എത്താത്തത്ര ടൈം എടുത്തു. അവരങ്ങനെ അശ്രദ്ധമായി പോയി. യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വചനം ഇറങ്ങി. എന്താണ് വചനം? യഅ്തദിറൂന ഇലൈക്കും ഇദാ റജഅതും ഖുൽ ലാ തഅ്തദിറൂ ലൻ നുഅ്മിന ലക്കും ഹത്താ ഖദ് നബ്ബഅന അല്ലാഹു മിൻ അഖ്ബാരിക്കും. നിങ്ങൾ അവരെടുത്ത് എത്തുമ്പോൾ, മദീനയിലെത്തുമ്പോൾ യുദ്ധത്തിന് വരാത്തവർ ചില കാരണങ്ങൾ നിങ്ങളോട് പറയും. കാരണം ശരിയല്ല, നിങ്ങളെല്ലാ വിവരങ്ങളും എനിക്കറിയാം എന്ന് പറഞ്ഞോളൂ. നുണ പറഞ്ഞ ആ ആളുകളൊക്കെ പ്രവാചകൻ ഈ വചനം കൊണ്ട് നേരിട്ടു അവർക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല. പക്ഷെ സത്യം പറഞ്ഞ 3 ആളുകൾക്കെതിരിൽ പ്രവാചകൻ എന്ത് ചെയ്തു? മാതൃകാപരമായ നടപടിയെടുത്തു. വേറുള്ളവർക്ക് പ്രചോദനമാകുന്ന നിലപാടെടുത്തു. എനിക്കും നിങ്ങൾക്കൊക്കെ അതിൽ പ്രചോദനങ്ങളുണ്ട്. പ്രവാചകൻ ഇനി അവരോട് ആരും മിണ്ടണ്ടെന്ന് പറഞ്ഞു. അവർ യുദ്ധത്തിന് കരാർ ചെയ്തിട്ട് വരാത്തവരാണ്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് അതിൻ്റേതായ സീരിയസ്നെസ് ഉണ്ട്. നമ്മളെ പേഴ്സണലി അത് ബാധിക്കുമോ എന്നുള്ളതൊന്നും വിഷയമല്ല. ഇസ്ലാമിന് വേണ്ടിയും ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയും എടുക്കുന്ന ചില സ്റ്റാൻഡുകൾ അത് ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മുനാഫിഖീങ്ങളെ പ്രവാചകൻ കൈകാര്യം ചെയ്തതിലും പാടുണ്ട്. മുനാഫിഖീങ്ങളെക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അതുണ്ടാക്കുന്നത് ഒരു തരം വിരുദ്ധ ചിന്തയായിരിക്കും. ആ വിരുദ്ധ ചിന്തക്ക് അവിടെ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട്. വിളവെടുപ്പൊക്കെ ആയിരുന്നില്ലേ പിന്നെന്താ എന്നുള്ളൊരു അവർക്ക് ഫേവറായിട്ടുള്ള, അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ചിന്താ പ്രക്രിയ അവിടെ നടക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ ഖുറാനിക വചനം കൊണ്ട് വിമർശിച്ചുകൊണ്ട് നിങ്ങളെ മനസ്സിലായിട്ടുണ്ട് നിർത്തിക്കളയും എന്നുള്ള സ്റ്റൈലിൽ പ്രവാചകൻ കൈകാര്യം ചെയ്തു. ഈ 3 ആളുകൾക്കെതിരെ ആക്ഷൻ എടുത്തു. അപ്പോൾ ഈ 3 ആളുകൾക്കെതിരെയുള്ള ആക്ഷൻ എന്ന് പറയുന്നത് ഒരാളും അവരെ കണ്ടാൽ മിണ്ടൂല. ഈവൻ അവരുടെ കുടുംബിനികൾ പോലും. ഇതിൽ ഒരു വ്യക്തിയുടെ ഭാര്യ എന്ന് പറയേണ്ടത്, നബിയെ മൂപ്പര് വളരെ വയസ്സനാണ്, ഞാൻ സംസാരിക്കൊന്നുമില്ല, എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ള പെർമിഷൻ കൊടുത്തു. അപ്പം അങ്ങനെ അവർ ഒറ്റപ്പെട്ടു പോയി, നീണ്ട ദിവസങ്ങൾ ഒറ്റപ്പെട്ടു പോയി. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കഅബ് റളിയല്ലാഹു അൻഹുവിന് ഒരു ലെറ്റർ വരുന്നത് ഗസ്സാൻ രാജാവിൽ നിന്നാണ്. അദ്ദേഹം ആ രാജാവ് എഴുതിയത് ഇങ്ങനെയായിരുന്നു: അമ്മാ ബഅദു ഫഇന്നഹു ഖദ് ബലഗനാ അന്ന സാഹിബക ഖദ് ജഫാക് വലം യജ്അൽ ലക അല്ലാഹു ബിദാരി ഹവാനിൻ വലാ മളിഅത്തിൻ ഫൽഹഖ് ബിനാ നുവാസിക്. നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾ മുഹമ്മദ് നബി നിങ്ങൾ അകറ്റി നിർത്തുകയാണ് എന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കൊരിക്കലും അപമാനമോ അവഗണനയോ നേരിടേണ്ട സാഹചര്യമില്ല. അതിനാൽ ഫൽഹഖ് ബിന, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങളുടെ ടീമിൽ ചേരൂ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് വഹാദിഹി ഐള മിനൽ ബല, ഇത് എനിക്ക് പഠിച്ചോൻ തന്ന വേറൊരു പരീക്ഷണമാണ്. തൊട്ടപ്പുറത്തെ രാജ്യത്തെ രാജാവ് ക്ഷണിക്കാണ്, ഇവിടെയാണെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്, അവിടെ എനിക്ക് സർവ്വസുഖങ്ങളിലേക്ക് പോകാം, പക്ഷെ അതും എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു പരീക്ഷണമാണ്. ഫ തയമ്മംതു ബിഹ അത്തന്നൂറ ഫ സജർതുഹ ബിഹ, ഞാൻ എന്ത് ചെയ്തു, ആ കത്ത് കീറിയിട്ട് അടുപ്പിലേക്ക് കൊണ്ടുപോയിട്ടു എന്നാണ്. അപ്പോൾ
നമ്മൾ എന്നൊരു വ്യക്തി, ആ വ്യക്തി വിവിധ തലങ്ങളിൽ നിന്ന് പരീക്ഷിക്കപ്പെടുന്നു. ആ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലെടുക്കുന്ന മൗഖിഫ്, സ്റ്റാൻഡാണ് പ്രധാനം, നിലപാടാണ് പ്രധാനം. ഇപ്പം ഈ ഒരൊറ്റ സ്റ്റാൻഡിലൂടെ അദ്ദേഹം മനുഷ്യ ചരിത്രം മുഴുവൻ അനുസ്മരിക്കപ്പെടുന്ന, മാതൃകയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി. നേരെ തിരിച്ചൊരു ഈഗോ വർക്കൗട്ട് ചെയ്തിട്ട് അദ്ദേഹം തെറ്റായൊരു സംഗതിക്ക് പോയിരിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹം കാഫറായി, അവിശ്വാസിയായി അവസാനിച്ചു എന്നുള്ളതായിരിക്കും എന്ത് ചെയ്യുക, ലോകം ഓർക്കുക. അപ്പോൾ നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഘട്ടത്തിലേക്കുള്ള ചില പരീക്ഷണങ്ങൾ ഒരുക്കി നിർത്തിയിട്ടുണ്ടാകും. രോഗങ്ങളായി, നഷ്ടങ്ങളായി, മക്കളുടെ വഴിതെറ്റലുകളായി, ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളായി, ഫിനാൻഷ്യൽ ക്രൈസിസുകളായി, ചില അംഗീകാരങ്ങളായി. ചില ആളുകൾക്ക് ചില അംഗീകാരങ്ങൾ കിട്ടും. നല്ല ശബ്ദമുള്ള കുട്ടിയാണ്, നല്ലോണം പാടും, ആദ്യം ബീസ്റോഡിലൊക്കെ പാടും, പിന്നെ പതുക്കെ ഏതോ ഒരു ഓർക്കസ്ട്ര അവർ ഏറ്റെടുത്തു, അങ്ങനെ ഭയങ്കര അങ്ങനെ. അതൊരു പരീക്ഷണമാണ്. അതിലൊക്കെ സ്റ്റാൻഡ് എടുക്കാൻ കഴിയാന്ന് പറയുന്നതും ഒരു വലിയൊരു സമീപനമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങളെ അറിഞ്ഞും മനസ്സിലാക്കിയും പോകാൻ കഴിയണമെന്നാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു ചരിത്രമായി, പാഠമായി ഓർമ്മിപ്പിക്കുന്നത്. ഈ ഭൗതികമായ നേട്ടങ്ങൾ, ദുനിയാവിൻ്റെ പളപളപ്പുകൾ, അതിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ മുന്നിൽ കാണുമ്പോൾ പലതും മറന്നു പോവുക എന്ന പ്രശ്നം, അത് ഈ ദുനിയാവിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ ദുനിയാവിലെ ഏത് നേട്ടം കിട്ടിയാലും അതിൻ്റെയൊക്കെ പരിമിതി അത് നശ്വരമാണ്, അത് വേഗം അവസാനിക്കും. ആ രാജാവ് കൊണ്ടുപോകും, രാജാവിന് അവിടെ കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കുറേ കാലം അവിടെ നോക്കുക എന്നുള്ളത് രാജാവിൻ്റെ ആവശ്യമാവില്ല. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു എന്ന് കിട്ടൽ മാത്രമേ ആളുകൾക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതൊന്നും ആളുകൾക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അവഗണനയും പിന്നെ ചവിട്ടും കുത്തും ആട്ടും തുപ്പും കേട്ട് അവിടെ തന്നെ കഴിയേണ്ട അവസ്ഥ തുടർന്നു വരും. അപ്പോൾ ദുനിയാവിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പരലോകത്തിൻ്റെ കാര്യം ബലി കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നീട് നഷ്ടങ്ങൾ തന്നെയായിരിക്കും ജീവിതത്തിലുണ്ടാകുക. അവിടെ നിലപാടുകൾക്കാണ് വില, അവിടെ സ്റ്റാൻഡുകൾക്കാണ് മൂല്യം എന്നത് നമ്മൾ തിരിച്ചറിയാം.